ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയണമെന്നില്ല കേട്ടോ. പക്ഷേ നമുക്ക് ഇച്ചിരി വെടുപ്പും മേനയും ഒതുക്കിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇരിക്കുമ്പം നമ്മുടെ മനസ്സിന് നല്ല സമാധാനം ഉണ്ടെന്ന് മാത്രം എനിക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ ഇത് ജാപ്പനീസിൻ്റെ അവിടെ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാണ്. അവരില്ലേ, ഞാൻ പറയാൻ പോകുന്ന കുറച്ച് 7 സാധനങ്ങൾ അവരവരുടെ വീട്ടിൽ അവർ വെക്കില്ല. കാരണം ആ സംഭവങ്ങൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലോട്ടേക്ക് വരില്ല എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് അവരുടെ വീട്ടിൽ ഈ സാധനങ്ങൾ കാണാൻ പോലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്തതും അതുപോലെ തന്നെ കേടൊക്കെ വന്നിട്ടുള്ള എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസോ പഴയ തുണികളോ പൊട്ടലും ചീറ്റലൊക്കെയുള്ള പഴയ പാത്രങ്ങളോ ഈ വക സാധനങ്ങളൊക്കെയാണ് അവർ വീട്ടിൽ വെക്കാത്തത്. ഇതവരെ വെക്കാത്തതിൻ്റെ പിന്നിലുള്ളൊരു സംഭവം എന്താ വെച്ചാൽ അവരുടെ ഒരു ഇത് പ്രകാരം നമ്മളിങ്ങനെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാത്തത്, കേട് പറ്റിയിട്ടുള്ളത്, പൊട്ടലും ചീറ്റലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നമ്മൾക്ക് അറിയാതെ കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലോട്ടേക്ക് വരും എന്നാണ് പറയുന്നത്. അതായത് ഈ എപ്പോഴെങ്കിലുമൊക്കെ ശരിയാക്കാം എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് ആയിരിക്കും നമ്മൾ ഈ ഒരു എന്തെങ്കിലും ഡാമേജസ് വന്നിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കണേ. അതുകൊണ്ട് ഉപയോഗിക്കാത്ത കുറേ പാത്രങ്ങൾ നോക്കി ഭാവിയിൽ നമ്മൾക്ക് ഉപയോഗം വന്നാലോ എന്നുള്ളൊരു തോട്ടിലായിരിക്കും ആ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കണേ. അപ്പം നമ്മൾ അവിടെ ഒരു ഫ്യൂച്ചറാണ്. അപ്പം അവരുടെ ഒരു ഇത് പ്രകാരം നമ്മുടെ മനസ്സിലോട്ടേക്ക് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള കുറേ ടെൻഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിലോട്ടേക്ക് വരും എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ തന്നെ കുറേ നമുക്ക് സ്പേസും കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ വൃത്തിയാക്കുന്നതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനും പറ്റും. പിന്നെ ഈ ജാപ്പനീസ് കൾച്ചറിലുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗിഫ്റ്റ്സ് ഒക്കെ കൈമാറുക എന്നുള്ളത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് പൊതുവേ നമ്മളെയൊക്കെ വീട്ടിൽ പഠിപ്പിച്ചിട്ടുള്ളത്, നമുക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തരുമ്പം അത് നമുക്ക് ഇഷ്ടപ്പെടുകയോ അതൊന്നും ഡസൻ മാറ്റർ ആണ്. നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടെ നമുക്ക് വേറൊരാൾ അത് എത്ര രൂപയുടെ ആണെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും നമ്മൾ മനസ്സ് നിറഞ്ഞത് വാങ്ങിക്കണം എന്നാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവരുണ്ടല്ലോ വാങ്ങിക്കേണ്ടത് വാങ്ങിക്കും, പക്ഷേ ഇവർക്ക് ഇഷ്ടമില്ലാത്ത അതേപോലെ തന്നെ ഇവർക്ക് മനസ്സിന് വലിയ സന്തോഷമൊന്നും തരാത്ത ഇതുപോലത്തെ എന്തെങ്കിലും ഗിഫ്റ്റും സാധനങ്ങളും ആരെങ്കിലും തരുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വാങ്ങിക്കും, പക്ഷെ അവരത് അവരുടെ വീട്ടിൽ വെക്കില്ല എന്ന്. അത് വെക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ അതങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇപ്പം നമുക്ക് എന്താ പറയുക, പേഴ്സണലി എത്ര വലിയ താല്പര്യമില്ലാത്ത ഒരാളാണെന്നങ്ങ് വിചാരിക്കുക. അവരൊരു സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ നമുക്ക് വിളിക്കേണ്ടി വന്നു, പക്ഷെ അവർ നമുക്കൊരു ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അവർ തമ്മിലുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മൊമെൻ്റ് ആണ് നമ്മൾക്ക് ഓർമ്മ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഓർമ്മ വരുമ്പോൾ നമ്മൾക്ക് സന്തോഷമല്ല, മറിച്ച് നമ്മൾക്ക് സന്തോഷവും ഒരു നെഗറ്റീവ് വൈബ്രേഷനാണ് നമ്മൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം നമ്മുടെ വീട്ടിൽ വെക്കുന്നതിനോട് ഒരിക്കലും ഞാൻ യോജിക്കില്ല. കാരണം ആ ഒരു സാധനം കാണുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ അവരുമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും സങ്കടകരമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സോ ബാഡ് മൊമെൻറ്റ്സോ ഒക്കെ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. പിന്നെ എന്താവശ്യമുണ്ട് നമ്മളത് വെക്കാൻ? അപ്പോൾ അത് കാട്ടിക്കളയുക, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് എക്സ്പയർഡ് ആയിട്ടുള്ള മരുന്നുകൾ പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെയാണ്. അത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ നമുക്കറിയാലോ, നമ്മുടെ ആരോഗ്യത്തിന് അത് ഹാനികരമാണ്. പിന്നെ ഒരു വിശ്വാസം അവരുടെ എന്താ വെച്ചാലുണ്ടല്ലോ, ഇതുപോലെ എക്സ്പയർഡ് ആയിട്ടുള്ള മരുന്നുകളും ഭക്ഷണ സാധനങ്ങളും നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലോട്ടേക്ക് വരാനിരിക്കുന്ന പുതിയ അവസരങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അതായത് പഴകിയ എക്സ്പയർഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുന്ന പുതിയതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിന് അത് തടസ്സപ്പെടുത്തുന്നു എന്നാണ് കേട്ടോ അവരുടെ വിശ്വാസം. ഇതൊക്കെ ഒരു വെറും വിശ്വാസം മാത്രമാണ്, അല്ലാതെ സയൻറ്റിഫിക്കലി പ്രൂവൺ ഒന്നും അല്ല കേട്ടോ. പിന്നെ അവർ വീടിൻ്റെ എൻട്രൻസ് ഏരിയയിൽ മാക്സിമം സാധനങ്ങൾ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അതിൻ്റെ അവർ പറയുന്നത്, നമ്മൾ പഴമക്കാർ അടക്കം പറയുന്നതാണല്ലോ, നമ്മുടെ മറ്റേ ദേവത എന്താണ് അതിനെ പറയുന്നത്, ഐശ്വര്യ ദേവത നമ്മുടെ ഫ്രണ്ടിൽ കൂടെ വരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പം നമ്മൾ അവിടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് അലങ്കോലമായിട്ട് കുറേ ചപ്പ് ചവറ് ചെരുപ്പുകളൊക്കെ കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു തടസ്സമാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് എൻട്രൻസ് ഏരിയ മാക്സിമം അവർ ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അവർ മാക്സിമം വെക്കൂല, കൂടിപ്പോയി കഴിഞ്ഞാൽ എല്ലാവരും യൂസ് ആക്കുന്ന ഒരു പെയർ ഓഫ് ഷൂസ് മാത്രമാണ് അവർ ഫ്രണ്ടിൽ വെക്കത്തുള്ളൂ. അതും അവർ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കബോർഡിലാണ് അവർ വെക്കുന്നത് കേട്ടോ. ഈ പറയണ പോലെ ഇതൊക്കെ ഒരു വിശ്വാസം മാത്രമാണ്.
പിന്നെ അവരുണ്ടല്ലോ ഇതുപോലെ ക്രിയേറ്റീവ് വർക്കില്ലേ, ഇപ്പോൾ നമ്മൾ പടം വരയ്ക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവില്ല, ആർട്ട് വർക്ക് ചെയ്യുന്നത്, അവർ പൂർത്തിയാക്കാത്ത ഇതുപോലത്തെ വർക്കുകൾ അവർ കുറേ കാലം വെക്കില്ല. ഒന്നില്ലെങ്കിൽ അവർ ഇപ്പം അതുപോലെ എന്തെങ്കിലും ഒരു വർക്ക് പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 1-2 ആഴ്ചക്കുള്ളിൽ അവരത് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കും. അവർക്ക് പറ്റില്ല എന്നാണെങ്കിൽ അവർ ആ വർക്ക് എടുത്ത് അവർ കളയും. അതിൻ്റെ ഒരു റീസൺ പറയണത്, ഒന്നാമത് ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലോട്ടേക്ക് വരാം, ഒയ്യോ എനിക്കത് തീർക്കാനുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പം നമുക്ക് ബാക്കിയുള്ള അല്ലെങ്കിൽ ഒരു ടാസ്കിലും നമ്മൾക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സാധിക്കില്ല. രണ്ടാമത്തത് ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു ക്രിയേറ്റീവ് വർക്ക് എന്ന് പറയുമ്പം അവരുടെ വിശ്വാസപ്രകാരം അതിൽ നിറയെ പോസിറ്റീവ് എനർജി ഉണ്ടെന്നാണ്. ആ ഒരു സംഭവം നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തി അത് പിന്നെ തുടരാതിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരാനിരിക്കുന്ന പോസിറ്റീവ് എനർജി, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് അവർ 1-2 ആഴ്ചക്കുള്ളിൽ തീർക്കാൻ വേണ്ടി നോക്കും. പറ്റില്ല വെച്ചാൽ അവർക്ക് പറ്റില്ല, അതിനി തുടർന്ന് അവർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ലെന്നാണെങ്കിൽ അവരത് അപ്പോഴേ തന്നെ കൊണ്ടുപോയി കളയും. പിന്നെ ഇവരുണ്ടല്ലോ, ഇവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, ഇവരുടെ പൂർവികരോ പാരൻസൊക്കെ ഇവർക്ക് തന്നിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ സ്റ്റിൽ അവരിപ്പോൾ അവരുടെ കൂടെ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഇവർക്ക് ഇഷ്ടമില്ല എന്നാണെങ്കിൽ അവരത് കളയും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കത് അത്രത്തോളം അങ്ങോട്ട് ദഹിച്ചില്ല. അത് നമ്മളുടെ ഈ ഞാൻ എപ്പോഴും പറയണ പോലെ റിലേഷൻഷിപ്പിൽ നമ്മളുടെ അത്രയും ഇൻവോൾവ് ആയിട്ട് നമ്മുടെ അത്രയും ആത്മാർത്ഥത കാണിക്കുന്ന ആത്മാർത്ഥത മറ്റുള്ള രാജ്യക്കാർക്ക് ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും കേട്ടോ ഇവരുടെ ഒരു വിശ്വാസം പറയണത് എന്താണെന്ന് പറയുക, ഇപ്പം ഒരു വസ്തു ഒരാൾ കുറേ കാലമായിട്ട് യൂസ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ എന്തെങ്കിലും അവർ മരിച്ചു പോയാലും അവരുടെ എന്തെങ്കിലും ഒരു ഇത് അതിൽ കാണുന്നതാണ്, പ്രസൻസ് അവരിൽ കാണുന്നതാണ് ഇവരുടെ ഒരു വിശ്വാസം. അപ്പം ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പം അവർ ആ സാധനം എടുത്ത് കാട്ടിക്കളയും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ചിലപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം വേറൊരാൾ യൂസ് ചെയ്തത് കാണുമ്പോൾ ഇവർക്ക് ഇതേപോലെ സങ്കടമാണ് തോന്നുന്നതെങ്കിൽ, അവരിപ്പം കൂടെ ഇല്ലാത്ത ഒരു തോന്നലാണെങ്കിൽ പോലും അവർക്ക് അവിടെ ഒരു സങ്കടമാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു തോന്നൽ വരുത്തുന്ന ഐറ്റംസ് പോലും അവരവരുടെ വീട്ടിൽ വെക്കില്ല എന്നാണ് പറയുന്നത്. സീരിയസ്ലി ഈ ഒരു സാധനം മാത്രം എനിക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ പറയണ പോലെ നമുക്ക് റിലേഷൻഷിപ്പിലൊക്കെ കുറച്ചും കൂടെ ആത്മാർത്ഥതയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെയാണല്ലോ വളർന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എൻ്റെ ഒരു ചിന്താഗതിയിൽ ഇപ്പം നമ്മുടെ കൂടെയില്ലാത്ത ഒരാൾ എന്തെങ്കിലും ഒരു സാധനം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് അല്ലാത്തതാണെങ്കിൽ പോലും ഞാനത് സൂക്ഷിച്ച് വെക്കും. കാരണം അതെനിക്ക് എൻ്റെ കൂടെ ഇല്ലാത്ത ഒരാളുടെ ഒരു സാന്നിധ്യമായിരിക്കും എനിക്ക് ഫീലാക്കി തരുന്നുണ്ടാവുക. അപ്പം അതൊക്കെ നമ്മളുടെ ചിന്താഗതിയുടേതായിരിക്കും. ഇത്രയും പറഞ്ഞ സംഭവത്തിൽ ലാസ്റ്റത്തെ പോയിന്റിനോട് മാത്രം ഞാൻ വിയോജിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ എനിക്ക് 100% ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഈ പറയുന്ന പോലെയൊക്കെ ഇതൊക്കെ നമ്മളുടെ ഓരോ മനസ്സിൻ്റെ ഓരോ കളികളാണ് മക്കളെ. ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഇത് ഡസൻ മാറ്റർ ആണെന്ന് വിചാരിക്കുന്നവർക്ക് എന്ത് സാധനം നമ്മുടെ വീട്ടിൽ വെച്ചാലും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ എന്ന് പേടിയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ വീട്ടിൽ നിന്ന് കാട്ടിക്കളയാട്ടോ. അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.